റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ പുതിയ സമ്മർദ്ദ തന്ത്രവുമായി ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ തീരുവ ചുമത്താൻ G7 രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ട്രംപിന്റെ പുതിയ നീക്കം യുക്രൈനിൽ സമാധാന കരാർ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിന് ഇടയാണ്. അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അൻസു, ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന ഏത് വിധേനയും തടുക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ട്രംപിനുള്ളത്. അതിനിപ്പോൾ യൂറോപ്യൻ യൂണിയനെയും സമ്മർദ്ദത്തിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ കൂടി അത്തരത്തിലൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപ്. ഇത് ഏത് വിധേനയായിരിക്കും ഇന്ത്യ ചെറുക്കുക? ശ്രുതി കീർത്തന, ഈ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയും ചൈനയും ഈ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് 100% തീരുവ ഇവരോട് ചുമത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെ ഇത്തരത്തിൽ G7 രാജ്യങ്ങളോട് കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. G7 രാജ്യങ്ങളായ UK, കാനഡ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളോടാണ് ഇത്തരത്തിൽ അധികം തീരുവ ഈ രണ്ട് രാജ്യങ്ങളോടും ചുമത്തണം എന്ന തരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യുക്രൈനിൽ സമാധാന നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന്. ഒപ്പം ട്രംപ് ആവശ്യപ്പെട്ട സമാധാന ചർച്ചകൾക്കൊന്നും തന്നെ പുടിൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, യുക്രൈനിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കൂടി റഷ്യ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച G7 ധനമന്ത്രിമാരുടെ ഒരു യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം ചർച്ചയാകും എന്നാണ് മനസ്സിലാകുന്നത്. 100% തീരുവ ചുമത്തണമെന്നായിരുന്നു യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന് പിന്നാലെയാണ് G7 രാജ്യങ്ങൾക്ക് മുന്നിൽ ഇതേ നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് US പുറമെ UK, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് G7-ലുള്ളത്. അതായത് റഷ്യൻ എണ്ണ ചൈനയും ഇന്ത്യയും വാങ്ങുന്നതിലൂടെ പുടിൻ്റെ യുദ്ധ തന്ത്രങ്ങളെ അല്ലെങ്കിൽ യുദ്ധ ആക്രമണങ്ങളെ അടക്കം, യുക്രൈനു മേൽ നടത്തുന്ന ആക്രമണങ്ങളെ അടക്കം അതിന് ധനസഹായം നൽകുകയാണ് ഇന്ത്യയും ചൈനയും ചെയ്യുന്നത് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിലൊരു ഐഡിയ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഒപ്പം ഉക്രൈൻ ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കാണ് ഇത് നയിക്കുന്നത് എന്നുകൂടി ട്രംപ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കീർത്തന. ഓക്കെ, അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.